ഇപ്പൊ മാഡം പറഞ്ഞൊരു പോയിന്റിൽ ഈ ലാക്ക് ഓഫ് ടൈം അതാണോ ദ മെയിൻ കംപ്ലൈന്റ് ഓഫ് മോസ്റ്റ് കപ്പിൾസ്? നമുക്ക് ലാക്ക് ഓഫ് ടൈം പറയുമ്പം നമ്മൾക്ക് ഏതിനാണ് സമയം ചെലവഴിക്കാൻ ഇഷ്ടം അതിന് നമുക്ക് ചെലവഴിക്കാൻ സമയമുണ്ടല്ലേ. ലാക്ക് ഓഫ് ടൈം അല്ല, ലാക്ക് ഓഫ് പ്രയോറിറ്റൈസേഷൻ. നമ്മൾ ഏതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, നമുക്ക് ജോലിയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ രാവിലെ 6:30 പോകണം, 8:30 ജോലിക്ക് കയറണമെങ്കിൽ 6:30 പോയാലേ ട്രാഫിക്കിലൂടെ നമുക്ക് 8:30 എത്താൻ പറ്റൂ. രാത്രി 8:00 9:30 നമ്മൾ വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ടയേർഡാവും. അപ്പം അങ്ങനത്തെ സമയത്ത് നമുക്ക് വീക്കെൻഡ്സിൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ സെക്ഷുവൽ ഇൻറ്റിമസി എപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഭാര്യയെ കണ്ടു അല്ലെങ്കിൽ ഭർത്താവിനെ കണ്ടു ഉടനെ വികാരം വന്നു നമ്മൾ ചെയ്തു എന്നൊന്നല്ല, പ്ലാൻഡ് ആയിട്ട് ചെയ്യാം. ഞാനതാണ് എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയണത്. നമ്മളിപ്പം കല്യാണത്തിന് മുൻപ് ഒരു ഡേറ്റിന് പോവുകയാണ്, വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം വൈകിട്ട് എന്ന് പറയുമ്പം നമ്മളൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ ആ 2 ദിവസം കഴിഞ്ഞ് ആവാൻ. അതേപോലെ നമുക്ക് ഇന്ന ദിവസം, അപ്പം ആ ദിവസം എന്താ, ഹസ്ബൻഡിന് നേരത്തെ വരാം, വൈഫിന് നേരത്തെ വരാം. ആ ദിവസം വേണമെങ്കിൽ വൈകിട്ട് വീട്ടിൽ പാചകമൊന്നും ചെയ്യണ്ട, ഓർഡർ ചെയ്യാം, നേരത്തെ കിടക്കാം. യു ക്യാൻ ഡു ഇറ്റ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുതിരുന്ന സമയത്ത് ഫോൺ ശല്യപ്പെടുത്താതിരിക്കാൻ 1 മണിക്കൂർ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ എന്താ പ്രശ്നം? രോഗം ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല അല്ലേ. സോ പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്ലാൻഡ്, നമ്മുടെ ഇന്നത്തെ കാലത്ത് പ്ലാൻഡ് സെക്സ് ആണ് പലപ്പോഴും പറ്റുക. ഇനിയിപ്പം എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു ഹോളിഡേക്കൊക്കെ പോവുകയാണ്, നമുക്ക് സമയം ഉണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ഇത് വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സമയം, രാത്രി പലപ്പോഴും പലരും ടയേർഡാണ്. അപ്പം ഏർലി മോർണിംഗ് ഇസ് ദ ബെസ്റ്റ് ടൈം. ഇപ്പോൾ ഒരു 6 മണിക്കൊരാൾ എണീക്കണം, അലാറം വെക്കണം എന്നുണ്ടെങ്കിൽ 4 മണിക്കൊരു അലാറം വെക്കാം, 6 മണിക്കൊരു അലാറം വെക്കാം. 4 മണിക്കൊരു അലാറം വെക്കുമ്പം അപ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം കിട്ടി ക്ഷീണം മാറിക്കാണും. ഒന്ന് വാകഴുകി ഫ്രഷായിട്ട് ഇതൊക്കെ ഈ ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെട്ട് പിന്നെ കിട്ടുന്ന ഒരു ഉറക്കമുണ്ടല്ലോ, ആ ഒരു ഇജാക്കുലേഷൻ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഗാസം ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, സോ മെനി തിങ്സ്. അതൊക്കെ ആ ഡേ മുഴുവൻ നമ്മുടെ മൂഡ് നന്നായിട്ട് നിലനിർത്താൻ സഹായിക്കും. മാത്രമല്ല നമുക്ക് അവിടെ വേദന ഇവിടെ വേദന ഇതെല്ലാം കുറയ്ക്കുന്ന എൻഡോർഫിൻസ്, നാച്ചുറലായിട്ടുള്ള വേദന സംഹാരികൾ, അതൊക്കെയും നമ്മുടെ ദിവസം മുഴുവൻ ഇതാക്കും. അതുകൂടാതെ രാവിലെയാണ് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എറക്ഷനും കുറച്ചുകൂടി, ഓഫ്കോഴ്സ് രാവിലെ ഒരു 9 മണിക്കാണ് പീക്കായിട്ട് ടെസ്റ്റോസ്റ്ററോൺ വരുന്നത്. 9 മണിക്ക് ആർക്കാൻ പറ്റുമോ അല്ലേ, എല്ലാം ജോലിക്ക് പോകണ്ടേ. പക്ഷെ അറ്റ്ലീസ്റ്റ് രാവിലെ ആണ് ബെസ്റ്റ് ടൈം, ബെറ്റർ ടൈം.